വളാഞ്ചേരി നഗരസഭയുടെ വേളിക്കുളം കമ്മ്യൂണിറ്റി പാർക്കുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് നഗരസഭ ഭരണസമിതി അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സിൽക്കിന് നഗരസഭ വർക്ക് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ സിൽക്കിലെ കരാറുകാരുണ്ട്, അതിൻ്റെ കരാറിൻ്റെ ടെൻഡർ വിളിക്കുന്ന ചുമതലയൊക്കെ അവർക്കാണ്. ആർക്കാണ് പ്രവൃത്തി കൊടുക്കേണ്ടത് എന്ന് അവർ കരാറ് വിളിച്ച് അതിലെ ഏറ്റവും ലോവസ്റ്റായ ആളുകൾക്ക് അവർ വർക്ക് ഓർഡർ കൊടുക്കുന്നു. ആ വർക്ക് ഓർഡർ കൊടുത്ത സിൽക്കിൻ്റെ എഞ്ചിനീയറും ആ കരാറുകാരനും നഗരസഭയുടെ ഇംപ്ലിമെൻ്റ് ഓഫീസർ എന്നൊക്കെ എയും കൂടിയുള്ള കരാറാണ് ഇത് സംബന്ധിച്ച് വെക്കുന്നത്. അപ്പോൾ ഇത് ഇത്തരം ഞാൻ നേരത്തെ സൂചിപ്പിച്ച രീതിയിലുള്ള നല്ല നല്ല പ്രവർത്തനവുമായി നഗരസഭ മുന്നോട്ട് പോവുകയും നഗരസഭയ്ക്ക് ജനങ്ങൾ തരുന്ന സ്വീകാര്യതയും പിന്തുണയും ഒക്കെ ഒന്ന് താറടിച്ച് കാണിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ആ ഒരു വാർഡിൻ്റെ പ്രൊജക്റ്റല്ല ഇത്, നഗരസഭയുടെ ഒരു ഡ്രീം പ്രൊജക്റ്റാണ്, സ്വപ്ന പദ്ധതിയാണ്, നാട്ടിലുള്ള എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു പദ്ധതിയാണ്. നമുക്ക് വൈകിട്ട് നമ്മുടെ കുട്ടികളുമായിട്ട് പ്രായമുള്ള ആളുകളുമായിട്ട് പോയി ഇരിക്കാൻ ഒരു സ്ഥലമില്ല എന്നുള്ള വളാഞ്ചേരിക്കാരുടെ നിരന്തരമായ ആവശ്യത്തിൻ്റെ ഫലമായിട്ടാണ് ഈ പദ്ധതി വരുന്നത്. ആ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ള സ്വീകാര്യത മറ്റുമൊക്കെ ആയിട്ട് വരുമ്പോൾ അതിന് താറടിച്ച് കാണിക്കാൻ ആ വാർഡ് കൗൺസിലറുടെ കുടുംബത്തിൽപ്പെട്ട ഒരു അംഗം തന്നെ വന്നു എന്നുള്ളത് ഞങ്ങൾക്ക് ഇത് സംബന്ധിച്ചുള്ള സംശയങ്ങൾ ഇതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് സംബന്ധിച്ചുള്ള പരാതി ഇവിടെ വന്ന സമയത്ത് തന്നെ ബഹുമാനപ്പെട്ട ഇവിടുത്തെ ഈ എഞ്ചിനീയേഴ്സ് വിഭാഗത്തിന് ഇത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണങ്ങളും മറ്റുള്ള കാര്യങ്ങളും നടത്തും. വളാഞ്ചേരി നഗരസഭ 2023-24 വാർഷികത്തിൽ ഉൾപ്പെടുത്തി 84,72,000 രൂപയും ടൂറിസം വകുപ്പിന്റെ ഡെസ്റ്റിനേഷൻ ചലഞ്ച് വഴി ലഭിച്ച 50 ലക്ഷം രൂപയും ചേർത്ത് 1,34,72,000 രൂപ ഉപയോഗിച്ചാണ് പാർക്ക് നിർമ്മിച്ചത്. ഉത്സവാന്തരീക്ഷത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ വിഭാഗം ആളുകളും പങ്കെടുത്ത ചടങ്ങിൽ ടൂറിസം വകുപ്പ് മന്ത്രി പി മുഹമ്മദ് റിയാസാണ് പാർക്ക് ഉദ്ഘാടനം ചെയ്തത്. ടൂറിസം വകുപ്പിന്റെ പദ്ധതിയായ ഡെസ്റ്റിനേഷൻ ചലഞ്ച് വഴി സംസ്ഥാനത്ത് ആദ്യമായി പാർക്ക് നിർമ്മിക്കാൻ തയ്യാറായ നഗരസഭാ ഭരണസമിതി മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രശംസിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷങ്ങളിലായി കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നഗരസഭയിൽ നടപ്പിലാക്കിയത്. നഗരസഭയുടെ സ്വപ്ന പദ്ധതികളായ മുനിസിപ്പൽ സ്റ്റേഡിയം, അർബൻ ഹോസ്പിറ്റൽ കെട്ടിടം, അർബൻ സബ് സെന്റർ കെട്ടിടങ്ങൾ, ഐറിഷ് പദ്ധതി, ഇക്കോ ഫ്രണ്ട്ലി പാർക്ക്, വനിതാ ഹെൽത്ത് ക്ലബ്ബ് തുടങ്ങി നിരവധി പദ്ധതികളുടെ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് സർക്കാർ നൽകേണ്ട തുക യഥാസമയം കിട്ടാതെ വരുമ്പോൾ നഗരസഭ ധനഫണ്ടിൽ നിന്നും എടുത്ത് വിതരണം ചെയ്ത് എല്ലാ വിഭാഗം ആളുകളുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളിൽ വിളറിപ്പൂണ്ട CPM ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കരിക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വ്യാജ ആരോപണങ്ങളായി ഇറങ്ങിയിരിക്കുകയാണെന്നും ഇത് പൊതുജനം തള്ളിക്കളയുമെന്നും നഗരസഭാ ചെയർമാൻ പറഞ്ഞു. വാസമിതി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്കൽ, വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ്, സ്ഥിരസമിതി അധ്യക്ഷന്മാരായ CM റിയാസ്, റൂബി ഖാലിദ്, മുജീബ് ബാലാസി, മാരാത്ത് ഇബ്രാഹിം എന്നിവർ സംബന്ധിച്ചു. ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ? എങ്കിൽ വരൂ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക്. മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, LED TV, മിക്സി, ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം. കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും, ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും. മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസസ് പാർട്ണർ സോഡിയാക് ഇലക്ട്രോണിക്സ്, ട്രാഫിക് സർക്കിൾ, കോട്ടപ്പടി, മലപ്പുറം.